നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാർ അതിർത്തി വഴി അനധികൃതമായി എത്തിയ യുവാവിന് കോവിഡ് ബാധിച്ചതിൽ വെട്ടിലായി കോൺഗ്രസ് നേതാക്കൾ. വാളയാറിൽ പാസില്ലാതെ ഒരാളെ കടത്തിവിട്ടുവെന്ന് അനിലക്കര MLA. കോൺഗ്രസിന്റെ സമരത്തിലും യുവാവ് പങ്കെടുത്തു. കോവിഡ് ബാധിതനുമായി സമ്പർക്കം പുലർത്തിയ TN പ്രതാപനും ഷാഫി പറമ്പിലും ആശുപത്രികളും സന്ദർശിച്ചു. യുവാവുമായി സമ്പർക്കമുണ്ടായ എല്ലാവരും നിരീക്ഷണത്തിൽ പോകണമെന്ന് ആരോഗ്യമന്ത്രി. അതീവ ജാഗ്രതയോടെ സംസ്ഥാനം നിലകൊള്ളുമ്പോൾ ജനപ്രതിനിധികൾ തന്നെ ഉത്തരവാദിത്വം മറക്കുന്നതിൽ കടുത്ത പ്രതിഷേധം. നിയമ നടപടി വേണമെന്ന് ആവശ്യം ശക്തം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് കോവിഡ് ബാധിച്ചവരിൽ 2 പോലീസുകാരും ഒരു ഗർഭിണിയും. ഇന്നത്തെ കോവിഡ് ബാധിതരിൽ 4 പേർ വിദേശത്തു നിന്നും 2 പേർ ചെന്നൈയിൽ നിന്നും വന്നവർ. ദരിദ്ര വിഭാഗങ്ങൾക്കോ സംസ്ഥാനങ്ങൾക്കോ ആശ്വാസം നൽകാതെ കേന്ദ്ര സർക്കാരിന്റെ ആദ്യഘട്ട സാമ്പത്തിക പാക്കേജ്. TDS TCS നിരക്കുകൾ 25% കുറച്ചു. ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള തീയതി നവംബർ 30 വരെ നീട്ടി. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 3 ലക്ഷം കോടിയുടെ ഈടില്ലാത്ത വായ്പ. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും സ്വകാര്യ ഊർജ്ജ വിതരണ കമ്പനികൾക്കും വൻ ഇളവുകൾ. സാമ്പത്തിക പാക്കേജ് അപര്യാപ്തമെന്ന് മന്ത്രി തോമസ് ഐസക്. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1/4 ലക്ഷം കടന്നു. ധാരാവിയിൽ മാത്രം 1000-ലേറെ രോഗികൾ. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് 122 മരണം. ദില്ലിയിൽ നിന്നും കേരളത്തിലേക്കുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. ആഭ്യന്തര വിമാന സർവീസ് മെയ് 19 മുതൽ ആരംഭിച്ചേക്കും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ 26 മുതൽ 30 വരെ. 26, 27, 28 തീയതികളിൽ SSLC പരീക്ഷകൾ. ഹയർ സെക്കൻഡറി പരീക്ഷകൾ രാവിലെയും SSLC പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവും നടത്തും. സാമൂഹിക അകലം പാലിക്കും. സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂടും. 10 മുതൽ 35% വരെ അധിക നികുതി ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. ബിയറിനും വൈനിനും 10%, വിദേശ മദ്യത്തിന് 35% വില കൂടും. സെസ്സിലൂടെ 2000 കോടി രൂപ സമാഹരിക്കാനാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാനത്തെ ഭൂരിഭാഗം കള്ളുഷാപ്പുകളും പ്രവർത്തനക്ഷമമാകില്ലെന്ന് റിപ്പോർട്ട്. പ്രവാസികൾക്കായി കൈരളി TV നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതിക്ക് വൻ സ്വീകാര്യത. ഗൾഫിലെ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളും റേഡിയോ പത്രമാധ്യമങ്ങളും വാർത്ത പ്രസിദ്ധീകരിച്ചത് പ്രാധാന്യത്തോടെ. കൈരളി TV എക്സ്ക്ലൂസീവ്. പാസില്ലാത്ത ആളുകളെ താൻ വാളയാർ അതിർത്തി കടത്തിയതായി കോൺഗ്രസ് MLA അനിലക്കരയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വാളയാർ അതിർത്തി വഴി പാസില്ലാതെ എത്തിയ മലപ്പുറം സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കോൺഗ്രസ് നേതാക്കളുടെ തരംതാണ രാഷ്ട്രീയ നാടകം കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. വാളയാർ അതിർത്തിയിൽ സമരം നടത്തിയവർ ഉൾപ്പെടെയുള്ളവർ ഉടൻ ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനത്തിന് കാരണമാകും വിധം വാളയാറിൽ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം കേസെടുക്കണമെന്നും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഷാഫി പറമ്പിൽ വാളയാർ സമരവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്ന പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു. ഈ മാസം 9-ന് അനിലക്കര MLA MPമാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ് എന്നിവർ തൃശൂർ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരത്തിനിടെ അനിലക്കരെ പറഞ്ഞ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രതാപൻ MP-യാണ്, രമ്യ MP-യാണ്. ഞങ്ങൾ ആരോട് ചോദിക്കും? ഞങ്ങൾ രവിനെ വിളിച്ച് ചോദിക്കുമ്പോൾ രവിയുടെ ഫോൺ വേറെ ആളാണ് എടുക്കണം. ഞങ്ങൾ ആരോട് ചോദിക്കും? ഞാൻ ഇന്നലെ കടത്തിവിട്ട ആൾക്ക് ഒരു പാസ് ഉണ്ടായിരുന്നില്ല. അവരിന്നലെ ഒരുമിച്ച് അവസാനം തള്ളിവിടുന്ന സിസ്റ്റമാണ് അവിടെയുള്ളത്.
അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് പാസില്ലാതെ വന്ന ഒരാളെ താൻ കേരളത്തിലേക്ക് കടത്തിവിട്ടു എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അനിൽ അക്കരെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പാസില്ലാതെ വാളയാർ അതിർത്തി കടന്നു വന്ന ഒരു മലപ്പുറം സ്വദേശിക്ക് ഇതിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാളയാറിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സമരാഭാസം കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായെന്ന് വ്യക്തം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. വാളയാറിൽ അതിർത്തിക്കപ്പുറത്ത് പാസില്ലാതെ എത്തിയവരെ കേരളത്തിൽ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ അനിൽ അക്കരയുടെ വാക്കുകളും കോൺഗ്രസ് സമരം കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായതുമെല്ലാം കൈരളി ന്യൂസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെ വാളയാർ സമരദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തു. ടി.എൻ. പ്രതാപന്റെ കാര്യമെടുക്കാം. വാളയാർ സമരത്തിൽ പങ്കെടുത്ത ടി.എൻ. പ്രതാപൻ ക്വാറന്റൈനിൽ പോകേണ്ട വ്യക്തിയാണ്. എന്നാൽ പിന്നീട് എത്തിയതാവട്ടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ. സാമൂഹിക അകലം പോലും പാലിക്കാതെ പ്രതാപൻ നഴ്സുമാർക്ക് മധുരം നൽകി. വാളയാർ അതിർത്തിയിൽ സമരം നടത്തിയവർ ഉൾപ്പെടെയുള്ളവർ ഉടൻ ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ആവശ്യപ്പെട്ടു. വാളയാറിലൊരു പ്രശ്നം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ആ പേഷ്യൻ്റ് പോസിറ്റീവാണ്. ആ സമയത്ത് അവിടെ പരിസരത്ത് ഏതിൻ്റെ പേരിലുണ്ടായാലും അവരെല്ലാം ക്വാറന്റൈനിൽ പോകേണ്ടതായിട്ട് വരും. അത് അവരുടെ സുരക്ഷിതത്വവും നാടിൻ്റെ സുരക്ഷിതത്വവും കണക്കിലെടുത്തിട്ടാണ്. അങ്ങനെ ഇതാണ്. ഞാനത് DMOനോടും അതുപോലെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരോടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആളുകളെല്ലാം, അത് ഇന്നയാളെന്നില്ല, കൂടെ വന്നിട്ടുള്ള ആളുകളും സമരത്തിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആരാന്ന് എനിക്ക് പറയില്ല, അവരും എല്ലാം ക്വാറന്റൈനിൽ പോകേണ്ടതായിട്ട് വരും. വാളയാർ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ നിർബന്ധമായും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണമെന്നും പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കണമെന്നും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോവിഡിനെ ലോകത്തിന് തന്നെ മാതൃകയാവും വിധം നേരിട്ടുകൊണ്ടിരിക്കുന്ന നാടാണ് കേരളം. എന്നാൽ രോഗം പടർത്തുന്നതിന് ഉത്തേജനം പകരും വിധം കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഇടപെടലുകൾ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. ഞാൻ ഇന്നലെ കടത്തിവിട്ട ആൾക്ക് ഒരു പാസ് ഉണ്ടായിരുന്നില്ല. അവർ ഇന്നലെ ഒരുമിച്ച് അവസാനം തള്ളിവിടുന്ന സിസ്റ്റമാണ് അവിടെയുള്ളത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 4 പേർ വിദേശത്തു നിന്നെത്തിയവർ, 2 പേർ ചെന്നൈയിൽ നിന്ന് വന്നവർ. 4 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. സംസ്ഥാനത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. ചെന്നൈയിൽ നിന്നും എത്തിയ ഡ്രൈവറിൽ നിന്നും ഇതുവരെ രോഗം പകർന്നത് 10 പേർക്ക്. പ്രതിരോധത്തിന്റെയും ജാഗ്രതയുടെയും പ്രാധാന്യം വെളിവാക്കുന്നതാണ് 10 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതിലൂടെ വ്യക്തമാകുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും വയനാട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 2 പേർക്കും കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. പുതുതായി രോഗം വന്നവരിൽ 4 പേർ വിദേശത്തു നിന്നും 2 പേർ ചെന്നൈയിൽ നിന്നും വന്നവരാണ്. 4 പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെയാണ് പകർന്നത്. വയനാട്ടിൽ നേരത്തെ ചെന്നൈയിൽ നിന്നെത്തിയ ഡ്രൈവറിൽ നിന്നും 10 പേർക്കാണ് ഇതുവരെ രോഗം പടർന്നത്. അതേസമയം കൊല്ലം ജില്ലയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം 490 വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ 41 പേരാണ്. സംസ്ഥാനത്ത് 34,447 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 33,953 പേർ വീടുകളിലും 494 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. പുതുതായി 168 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് നിന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല എന്നതും ആശ്വാസകരമാണ്. മുൻഗണനാ ഗ്രൂപ്പിൽപ്പെട്ട 4,268 പേരെ പരിശോധിച്ചതിൽ 4,065 സാമ്പിളുകളുടെ ഫലവും നെഗറ്റീവാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തൊഴിലില്ലാത്തവരെയും പലായനം ചെയ്യുന്നവരെയും അവഗണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യദിന സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപനം. പണലഭ്യതയ്ക്ക് 15 പദ്ധതിയെന്ന നിർമ്മല സീതാരാമൻ. മുൻകൂട്ടി നികുതി നൽകേണ്ട TDS 25% കുറച്ചു. നികുതി തിരിച്ചടവിനുള്ള സമയം നീട്ടി. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് ഈടില്ലാത്ത വായ്പ. ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾക്കും ഊർജ്ജ മേഖലയിലെ കമ്പനികൾക്കും നഷ്ടം നികത്താനും പദ്ധതികൾ. 15 പ്രഖ്യാപനങ്ങൾ. 6 ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക്, 3 നികുതി മേഖലയ്ക്ക്, PF തിരിച്ചടവിനായി 2 പദ്ധതികൾ. ഇത്രയുമാണ് ആദ്യദിനം സാമ്പത്തിക പാക്കേജിന്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. എല്ലാവിധ നികുതി തിരിച്ചടവിനുമുള്ള സമയപരിധി 31 ജൂലൈ മുതൽ നവംബർ 30 വരെ നീട്ടി. വീട്ടുവാടക, ഫീസ്, പലിശ, കമ്മീഷൻ, കരാർ തുകകൾ എന്നിവയിൽ നിന്നുള്ള TDS TTS നികുതി 25% കുറച്ചു. മധ്യവർഗ മേഖലയെ ലക്ഷ്യം വെച്ചാണ് നീക്കം. നികുതിദായകർക്ക് മടക്കി നൽകേണ്ട തുക സാമ്പത്തിക പാക്കേജിൽ വകയിരുത്തി. 18,000 കോടി രൂപ ഇതിനായി ചിലവഴിക്കും.
5 ലക്ഷം വരെയുള്ള നികുതി സ്ലാബിൽ വരുന്ന 14 ലക്ഷം നികുതിദായകർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. We also ensured that 18,000 crores of refunds through a special drive were given for all the income taxpayers. Drawback were also given the payments. So the intention being liquidity should be in the hands of the people. For all those who have up to 5 lakhs of refund dues, we cleared it. 14 lakh taxpayers have benefited because of that. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയാണെന്ന് സൂചന നൽകി 6 പദ്ധതികളാണ് ഈ മേഖലയ്ക്ക് മാത്രമായി മാറ്റിവെച്ചത്. ഈടില്ലാത്ത വായ്പ നൽകാൻ 3 ലക്ഷം കോടി, നഷ്ടം നേരിടുന്ന കച്ചവടക്കാർക്കായി 20,000 കോടി, 200 കോടി വരെ വരുന്ന സർക്കാർ ടെൻഡറുകൾക്ക് ആഗോള ടെൻഡറുകളില്ല. ഇത് തദ്ദേശീയ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമാക്കി. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയുടെ നിർവചനം പരിഷ്കരിച്ച് നിക്ഷേപ പരിധി യഥാക്രമം ഉയർത്തി. നിർമ്മാണ സർവീസ് മേഖല ഏകീകരിച്ചു. വ്യവസായം പുനർജീവിപ്പിക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നിവയാണ് ഇതുവഴി കേന്ദ്രം ലക്ഷ്യമിടുന്നത്. 72 ലക്ഷം തൊഴിലാളികളുടെ PF വിഹിതം അടയ്ക്കുന്നത് സർക്കാർ തുടരും. 100-ൽ കൂടുതൽ പേരുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലുടമയും തൊഴിലാളിയും അടയ്ക്കേണ്ട വിഹിതം 12-ൽ നിന്ന് 10ആയി കുറച്ചു. പക്ഷേ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലുടമയുടെ വിഹിതം 12ആയി തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ, ഭവന വായ്പാ സ്ഥാപനങ്ങൾ, ഊർജ്ജ വിതരണ കമ്പനികൾ എന്നിവയ്ക്കായി യഥാക്രമം 30,000 കോടി, 40,000 കോടി, 90,000 കോടി എന്നിങ്ങനെ വായ്പാ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സാമ്പത്തിക പാക്കേജിന്റെ തുടർ പ്രഖ്യാപനമുണ്ടാകും. കൈരളി ന്യൂസ്, ദില്ലി. 20 ലക്ഷം കോടിയുടെ സാമ്പത്തിക പാക്കേജിന്റെ ആദ്യഘട്ടം അപര്യാപ്തമെന്ന് പ്രതിപക്ഷം. താഴേക്കിടയിൽ പണമെത്തിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടായില്ലെന്ന് വിമർശനം. മോദി സർക്കാരിന്റെ പാക്കേജ് പ്രഹസനമെന്നും സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകിയില്ലെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ചെറുകിട ഇടത്തരം മേഖലകൾക്കുള്ള പ്രഖ്യാപനം ഒഴിവാക്കിയാൽ മറ്റെല്ലാം നിരാശപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസും വിമർശിച്ചു. പ്രഖ്യാപനം വട്ടപൂജ്യമെന്ന് മമതാ ബാനർജി പരിഹസിച്ചു. കേന്ദ്ര പാക്കേജ് താഴേക്കിടയിലെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന വിലയിരുത്തലിലാണ് പാക്കേജ് വിശദീകരണത്തിന്റെ ആദ്യ ദിവസം പ്രതിപക്ഷ പാർട്ടികൾ. ജനങ്ങളിൽ നേരിട്ട് പണമെത്തിക്കാനും സംസ്ഥാനങ്ങളെ സഹായിക്കാനും കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനത്തിന്റെ പൊതുസ്വരം. പാക്കേജ് പ്രഹസനമെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. മോദി സർക്കാരിന്റെ നീചമായ രാഷ്ട്രീയത്തിനാണ് സാക്ഷിയാകുന്നത്. ഫണ്ട് ആവശ്യപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹമായ കുടിശ്ശിക പോലും നൽകിയില്ല. അടിയന്തര സഹായം വേണ്ടവർ പട്ടിണിയുമായി റോഡിലാണ്. നിലനിൽപ്പിന് പോരാടുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ഉണർവ് നൽകാത്ത പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. താഴെത്തട്ടിൽ പണമെത്തിക്കാൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെന്നായിരുന്നു കോൺഗ്രസ് വിമർശനം. ദരിദ്രർ, പട്ടിണിക്കാർ, അതിഥി തൊഴിലാളികൾ എന്നിവർക്ക് ഒന്നും പ്രഖ്യാപിക്കാഞ്ഞത് അധ്വാനിക്കുന്നവർക്കുള്ള ക്രൂരമായ അടിയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം കുറ്റപ്പെടുത്തി. കൂടുതൽ ചെലവാക്കാൻ സർക്കാർ തയ്യാറാകണം, എന്നാൽ തയ്യാറാകുന്നില്ല. കൂടുതൽ കടം വാങ്ങണം, പക്ഷേ ചെയ്യുന്നില്ല. സ്വന്തം അജ്ഞതയുടെ തടവിലാണ് സർക്കാർ. MSMEക്കുള്ള പ്രഖ്യാപനം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാം നിരാശപ്പെടുത്തുന്നതെന്നും ചിദംബരം പറഞ്ഞു. 6.3 കോടിയോളം വരുന്ന ഏറ്റവും ചെറിയ തോതിൽ പ്രവർത്തിക്കുന്ന MSMEകൾ ഒഴിവാക്കപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങൾ ആശ്വാസം പ്രതീക്ഷിച്ചു, കിട്ടിയത് വട്ടപൂജ്യമെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരിഹാസം. സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതിലും മമത എതിർപ്പ് പ്രകടമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക പാക്കേജ് നിരാശാജനകമെന്ന് മന്ത്രി തോമസ് ഐസക്. കേന്ദ്രം കൈനനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാനങ്ങളെക്കുറിച്ചൊന്നും പാക്കേജിൽ പരാമർശമില്ല. പാക്കേജിലെ പലതും ബാങ്ക് കൊടുക്കുന്ന വായ്പയാണ്. വായ്പയ്ക്ക് മൊറട്ടോറിയം നൽകിയെങ്കിലും പലിശ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും അടിയന്തരമായി ജനങ്ങളിൽ പണം എത്തിക്കണമെന്നും മന്ത്രി തോമസ് ഐസക് വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇതല്ല വേണ്ടത്, തികച്ചും അപര്യാപ്തമാണ്. സർക്കാരിൻ്റെ കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഒക്കെ ബാങ്കിൻ്റെ ചുമതലയൊക്കെ ബാങ്ക് ആണെങ്കിൽ ഒട്ടും ചെയ്യത്തുമില്ല, ഉറപ്പാണ്. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട GST കോമ്പൻസേഷൻ ഞാൻ പറയുന്നു ഇന്ന് ഇപ്പോൾ ഏപ്രിൽ മാസത്തെയും കൂടി കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 75,000 കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ചുരുങ്ങിയത് 75,000 മുതൽ 1,00,000 കോടി രൂപ. ഒരു നല്ല വാക്ക് പറയാ, ഇത് രാജ്യത്തെ രക്ഷിക്കില്ല. ഒരു സ്വാശ്രയ ഇന്ത്യയും സൃഷ്ടിക്കാൻ പോകുന്നത്.
കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനപ്രതിനിധികളായ കോൺഗ്രസ് നേതാക്കൾ വാളയാറിൽ സമരനാടകം നടത്തിയത്. ഈ സംഭവം കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി ചോദ്യങ്ങളും ഉയരുന്നു. കേരളത്തെ ശവപ്പുറമ്പാക്കാനുള്ള നീക്കത്തിലാണോ കോൺഗ്രസ്? അനിൽ അക്കരയുടെ പരാമർശത്തിൽ നിന്നുയരുന്ന ഞെട്ടിക്കുന്ന 8 ചോദ്യങ്ങൾ. 1. പാസിനു വേണ്ടി സമരം ചെയ്യാം, പക്ഷേ പാസില്ലാത്തവരെ ഒളിച്ചുകടത്താമോ? 2. ഒളിച്ചുകടത്തിയെങ്കിൽ അത് നിയമലംഘനമല്ലേ? 3. നേതാക്കളും സമരം ചെയ്തവരും ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലേ? 4. ചെക്ക് പോസ്റ്റിലൂടെ കടത്തൽ നടക്കില്ല, പിന്നെ ഏതു വഴികളിലൂടെയാണ് കടത്തിയത്? 5. കടത്തിയവരിൽ കോവിഡ് ബാധിതർ ഉണ്ടെങ്കിൽ നീക്കം കേരളത്തെ ശവപ്പുറമ്പാക്കാനായിരുന്നില്ലേ? 6. നേതാക്കളും അനുയായികളും ക്വാറന്റൈനിൽ പോകേണ്ടേ? 7. വി കെ ശ്രീകണ്ഠൻ എം പി, രമ്യ ഹരിദാസ് എം പി, ടി.എൻ. പ്രതാപൻ എം പി, അനിൽ അക്കരെ MLA, ഷാഫി പറമ്പിൽ MLA എന്നിവർ രോഗവാഹകരല്ലെന്ന് എന്താണ് ഉറപ്പ്? 8. ഇവരുടെ സ്വൈര്യവിഹാരം ആര് തടയും? ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂടും. ഇതിനായി വിൽപ്പന നികുതി നിയമം ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി. ബിയറിന് വൈനിനും 10%, വിദേശ മദ്യത്തിന് 35% വില കൂടുക. മദ്യശാലകളിലെ തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ വെർച്വൽ ക്യൂ സംവിധാനവും ബാറുകളിൽ പാഴ്സൽ സംവിധാനവും ഒരുക്കും. കോവിഡ് കാലത്തെ തിരക്കൊഴിവാക്കാൻ മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ മാതൃകയിലാണ് മദ്യത്തിന്റെ വിൽപ്പന നികുതിയിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതനുസരിച്ച് വിൽപ്പന നികുതി നിയമം ഭേദഗതി ചെയ്തു ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. വീര്യം കുറഞ്ഞ മദ്യങ്ങളായ വൈൻ, ബിയർ എന്നിവയ്ക്ക് 10%, വിദേശ മദ്യത്തിന് 35% അടിസ്ഥാന വിലയിൽ വർധനവുണ്ടാകും. ഇതുവഴി 2000 കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ബിയർ, വൈന് തുടങ്ങിയ വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് 10%, ബാക്കിയുള്ള എല്ലാ മദ്യങ്ങൾക്കും 35% വിൽപ്പന നികുതി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എത്ര വരുമാനം വർദ്ധിക്കുമെന്നുള്ളത് വിൽപ്പനയെ ആശ്രയിച്ചിരിക്കും. ഒരു വർഷം കഴിഞ്ഞ കാലത്തെ പോലെ വിൽപ്പനയുണ്ടെങ്കിൽ 2000 കോടി രൂപയെങ്കിലും അധിക വരുമാനം ഉണ്ടാകും. മദ്യശാലകളിലെ തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ബാറുകളിൽ പാഴ്സൽ നൽകുന്നതിനും നിയമഭേദഗതിയും പരിഗണിക്കും. അവശ്യഘട്ടത്തിൽ KSRTC ഉപയോഗിച്ചുള്ള പൊതുഗതാഗത സർവീസിംഗിന് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി. 3000 കോടി രൂപയുടെ വ്യവസായ ഭദ്രതാ പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കോവിഡിനെതിരെയുള്ള ജാഗ്രത ശക്തമാക്കണമെന്ന വിലയിരുത്തലാണ് യോഗത്തിൽ ഉയർന്നത്. വാർഡ് തല സമിതികൾ ക്വാറന്റൈനിൽ ഉള്ളവരെ നിരീക്ഷിക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനും പ്രവർത്തന സജ്ജമാക്കണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. ഇതനുസരിച്ചുള്ള നടപടിക്ക് തദ്ദേശ വകുപ്പിനും ആരോഗ്യവകുപ്പിനും നിർദ്ദേശം നൽകും. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ടൈം ടേബിൾ തയ്യാറായി. 26 മുതൽ 30 വരെ പരീക്ഷ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. രാവിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും ഉച്ചയ്ക്ക് SSLC പരീക്ഷയും നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 26-ന് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കും. 26-ാം തീയതി കണക്ക്, 27-ന് ഫിസിക്സ്, 28-ന് കെമിസ്ട്രി എന്നിങ്ങനെയാണ് 10ാം ക്ലാസ് പരീക്ഷകൾ നടത്തുക. ഹയർ സെക്കൻഡറിയുടെ ബയോളജി, സുവോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയ 7 പരീക്ഷകൾ 27-ാം തീയതി നടക്കും. 28-ന് ബിസിനസ് സ്റ്റഡീസ് അടക്കം 4 പരീക്ഷകളും, 29-ന് ഹിസ്റ്ററി അടക്കം 5 പരീക്ഷകളും, 30-ാം തീയതി കണക്കടക്കം 3 പരീക്ഷകളുമാണ് നടക്കുക. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ തെറിയഭിഷേകവുമായി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ. കൊല്ലം MP പ്രേമചന്ദ്രൻ കളവ് പറഞ്ഞത് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞതാണ് സൈബർ ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചത്. കോൺഗ്രസ് പണം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന PR സംഘങ്ങളാണ് മന്ത്രിക്കെതിരായ നികൃഷ്ടാക്രമണത്തിന് പിന്നിൽ. 60 ആണ്ടുകൾക്ക് മുമ്പ് KR ഗൗരിയമ്മയെ ഗൗരിച്ചോത്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയെ അണ്ടി കുഞ്ഞമ്മയെന്ന് വിളിക്കുന്നതിൽ അത്ഭുതമില്ല. ഉടുപ്പൂരി എറിയുന്ന ലാഘവത്തിൽ മുന്നണികൾ മാറുന്നവർക്ക് കശുവണ്ടി തൊഴിലാളികളുടെ ഇടയിൽ ജീവിച്ച് കയ്യിൽ കറപറ്റിപ്പൊള്ളിയ മേഴ്സിക്കുട്ടിയമ്മമാരെ പേടിയാണ്. വിമോചന സമരകാലത്ത് നിന്നും ഇനിയും ബസ് കിട്ടിയിട്ടില്ലാത്തവർ രാഷ്ട്രീയം പറയാനില്ലാതാകുമ്പോൾ ട്രെയിനിലെ മൂത്രപ്പുര സാഹിത്യത്തെക്കാൾ വൃത്തികെട്ട ഭാഷയിൽ മുറിവേൽപ്പിക്കാൻ നോക്കുമ്പോഴും മേഴ്സിക്കുട്ടിയമ്മ കരിങ്കല്ലിന് കാറ്റുപിടിച്ചതുപോലെ ഇരിക്കുകയാണ്. കുറച്ച് ട്രോളർമാർ
എനിക്ക് NDRPC പൊക്കൂടെ എന്നൊക്കെ ചോദിച്ച് മോശമായ ഭാഷ ഉപയോഗിച്ചു എന്നാണ് ഞാൻ കേട്ടത്. മന്ത്രി എന്ന് പറഞ്ഞാൽ താഴെയൊന്നും ബന്ധം വേണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. മന്ത്രിയായിരിക്കുമ്പോഴും കശുവണ്ടി ഫാക്ടറിയിൽ പോകുന്നുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണ്. അതുകൊണ്ട് NDRPC പൊക്കൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടു കൂടിയാണ്, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തക കൂടിയായ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ആ കമൻറ്റിനെ സ്വീകരിക്കുന്നത്. എനിക്ക് പൊയ്ക്കൂടെ എന്നല്ല, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നയാളാണ്. പ്രേമേന്ദ്രൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വിമർശനങ്ങൾക്ക് മുന്നിൽ ഉടുമുണ്ട് പൊക്കി കാണിച്ച് ശീലമുള്ളവർക്ക് മേഴ്സിക്കുട്ടിയമ്മ ചാളമേരിയും അണ്ടിക്കുഞ്ഞമ്മയുമെല്ലാം ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ വിമർശനത്തിന് പോലും അതീതയായ പെങ്ങളൂട്ടിമാരുടെ പ്രിവിലേജ് ക്ലാസ്സിൽ മേഴ്സിക്കുട്ടിയമ്മമാർക്ക് ഇരിപ്പിടം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നാടൻ പാട്ട് പോയിട്ട് ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് അറിയില്ല എങ്കിലും അയത്തിലെയും കിളിക്കൊല്ലൂരിലെയും പ്രാക്കുളത്തെയും വാടിക്കടപ്പുറത്തെയും സാധാരണക്കാരൻ്റെ ഹൃദയതാളം എന്താണെന്ന് മനസ്സിലാവും. അതിനുള്ള പഠിപ്പും വിവരവുമെല്ലാം മീൻകൊട്ട ചുമക്കുന്നവർക്കിടയിൽ ജീവിച്ചും കശുവണ്ടി തല്ലുന്ന പെണ്ണുങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും വളർന്നുവന്ന ഈ MA LLBക്കാരിക്കുണ്ട്. മുക്കുവക്കുടികളിലെ ഉപ്പുകാറ്റുകൊണ്ട് തൊലി പൊള്ളിപ്പോയ മേഴ്സിക്കുട്ടിയമ്മ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഉൽപ്പന്നമല്ല. കളിയാക്കാനാണെങ്കിലും സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം നിങ്ങൾ ആവർത്തിച്ചുപയോഗിക്കുന്ന കുണ്ടറ അണ്ടിയാപ്പീസിൻ്റെ വരാന്തയിലും ഉണ്ടുമുറങ്ങിയും തൊണ്ടകീറി പൊട്ടിച്ചുമാണ് മേഴ്സിക്കുട്ടിയമ്മ ഇന്ന് കാണുന്ന മേഴ്സിക്കുട്ടിയമ്മയായത്. പോലീസ് ബൂട്ട് കൊണ്ട് ചവിട്ടി തേച്ചിട്ടും ചാകാതെ പോയ മേഴ്സിക്കുട്ടിയമ്മമാർ നിങ്ങളുടെ കുളിമുറി സാഹിത്യത്തിൽ ഇല്ലാതാകുമെന്ന് കരുതുക വയ്യല്ലോ. S. ജീവൻകുമാർ, കൈരളി ന്യൂസ്. വാർത്തകളിലേക്ക്. കേരളത്തിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസിന് തുടക്കം. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ പുറപ്പെട്ടു. മലയാളികളടക്കം 1500ഓളം യാത്രക്കാരാണ് ട്രെയിനിലുള്ളത്. ശരീരോഷ്മാവ് പരിശോധിച്ച ശേഷം രോഗലക്ഷണം ഇല്ലാത്തവരെ മാത്രമാണ് യാത്രയ്ക്ക് അനുവദിച്ചത്. കേരളത്തിൽ 3 സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തും. വെള്ളിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെത്തും. നാട്ടിലെത്തുന്നവരെ സ്വീകരിക്കാൻ കേരളത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാജ്യത്ത് ട്രെയിൻ സർവീസ് ആരംഭിച്ച 2ാം ദിവസം മലയാളികൾ ട്രെയിനിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂറുകൾ മുൻപേ യാത്രക്കാരെത്തി. ശരീരോഷ്മാവ് പരിശോധന, മാസ്ക് ഉണ്ടോ എന്നുറപ്പാക്കൽ, രോഗലക്ഷണമില്ലാത്തവർ മാത്രം ട്രെയിനിലേക്ക്. കൃത്യം 11:25 തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുമായി 50 ദിവസത്തിന് ശേഷം കേരളത്തിലേക്ക് വീണ്ടും ഒരു യാത്രാ തീവണ്ടിയുടെ ചൂളം വിളി. ബഹുഭൂരിഭാഗവും മലയാളികൾ. രോഗികൾ, ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർ യാത്രക്കാരാണ്. ഇവിടെ എയിംസിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റക്കായതാണ്. ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നുകൊണ്ടിരുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ക്രമീകരണങ്ങളാണ് വണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത്. AC കോച്ചുകളാണെങ്കിലും താപനില അല്പം ഉയർത്തിവെച്ചിട്ടുണ്ട്. പുതപ്പും വിരിപ്പും നൽകിയിട്ടില്ല. സാമൂഹ്യ അകലം നിർബന്ധം. പാക്കേജ്ഡ് കുടിവെള്ളവും ലഘുഭക്ഷണ സാധനങ്ങളും പണം നൽകിയാൽ ലഭിക്കും. ജാഗ്രതാ പോർട്ടലിൽ നിന്ന് പാസ് എടുക്കാത്തവർ 14 ദിവസത്തെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ പോകേണ്ടി വരുമെന്ന സർക്കാർ നിർദ്ദേശം യാത്രക്കാരെ പാസ് എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ പുലർച്ചെ തിരുവനന്തപുരത്തെത്തുന്ന വണ്ടിക്ക് ആകെ 7 സ്റ്റോപ്പുകൾ. കേരളത്തിൽ അവസാന സ്റ്റോപ്പായ തിരുവനന്തപുരം ഉൾപ്പെടെ 3 എണ്ണം. കോഴിക്കോട്, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വണ്ടി നിർത്തും. ഹൗറ, ചെന്നൈ സെൻട്രൽ, മുംബൈ സെൻട്രൽ, റാഞ്ചി, അഹമ്മദാബാദ്, ദിബ്രുഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇന്ന് ദില്ലിയിൽ നിന്ന് സർവീസുണ്ട്. നഴ്സുമാർ, വിദ്യാർത്ഥികൾ എന്നിവരെയും കൊണ്ടുള്ള ശ്രമിക് ട്രെയിൻ വെള്ളിയാഴ്ചയാണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുക. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി.